നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സന്തോഷമുണ്ടാവുകയും അതിൽ എനിക്കും ഭാഗവാക്കാകണമായിരുന്നു എന്ന മനസ്സിലുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും അതൊരു വിശ്വാസിയുടെ ശൈലിയാണ്. ഈമാനിൻ്റെ അളവ് പോലെ തന്നെ നന്മ ഒരാളെ സന്തോഷിപ്പിക്കുകയും തിന്മ ഒരാളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുകയും ദുഃഖം അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് മുഅ്മിനാകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഞാനൊരു മുഅ്മിനാവുക, ഞാനൊരു വിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളവും ലക്ഷണവും എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണത്. ഇദാ സറത്തുക ഹസനത്തുക വസാഅത്തുക സയ്യിഅത്തുക ഫഅന്ത മുഅ്മിൻ. ആത്മാർത്ഥമായി നമ്മൾ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കണം. അള്ളാഹു സാമ്പത്തികമായ കഴിവ് തന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു വലിയ ഒരു അമല് നടക്കുമ്പോൾ ഞാൻ എൻ്റെ വക ഒരു 10 കുട്ടികളുടെ വിവാഹം ഏറ്റെടുക്കുമായിരുന്നു, ഉണ്ടെങ്കിൽ ഞാനും ചെയ്യായിരുന്നു. എനിക്കത്രമാത്രം സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണ്. എങ്കിലും ഉള്ളതിൽ നിന്ന് കഷ്ടിച്ച് എന്തെങ്കിലും ഒരു പങ്ക് ആ ഒരു സുഹൃതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി എൻ്റെ വക, അതാണിപ്പോൾ 850 രൂപ. അൽഹംദുലില്ലാഹ്, എത്രയോ ആളുകൾ അതിൽ ഭാഗവാക്കായി. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സിൻ്റെ ആഗ്രഹം അത് വിശ്വാസിയുടെ ഒരു ലക്ഷണവും അവൻ്റെ സ്വഭാവവുമാണ്. അല്ലാഹു തആല എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. തിന്മയെ എപ്പോഴും വെറുക്കണം. തിന്മയെ നിർമാർജനം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെല്ലാം ചെയ്യണം. നാട്ടിലുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ മുങ്കറായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുക, നിഷിദ്ധമായ കാര്യങ്ങൾ, സമാധാനം തകർക്കുന്ന കാര്യങ്ങൾ, അതുപോലെ സ്ത്രീകൾക്ക് അവരുടേതായ മാന്യതയും സുരക്ഷയും അവർക്ക് പരിശുദ്ധ ദീൻ കൽപ്പിച്ചിട്ടുള്ള ആദരവും അവരോട് കാണിച്ചിട്ടുള്ള സ്ത്രീകളുടെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കുള്ള ദൗർബല്യങ്ങളെ കണക്കിലെടുത്ത് അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധ ശരീഅത്ത് അവർക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളും അവർക്ക് പരിശുദ്ധ ദീൻ കൊടുത്തിട്ടുള്ള പവർ, അതിന് വിഘാതം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നല്ല നിലയിൽ ദുരുദ്ദേശമില്ലാതെ സതുദ്ദേശത്തോടെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നത് ഒരു ദീനുള്ള മനുഷ്യന്റെ ബാധ്യതയാണ്. പലരും തെറ്റിദ്ധരിച്ച ഒരു കാര്യമുണ്ട്. അതൊക്കെ കാര്യം ബോധ്യപ്പെട്ടിട്ടും നന്നായി മധുർക്കുന്ന ഒരു സാധനം കഴിക്കുമ്പോൾ അതിൻ്റെ സ്വീറ്റ്സ്, അതിൻ്റെ മധുരം അനുഭവിച്ച് അറിയുമ്പോഴും ഇത് കയ്പ്, വല്ലാതെ കയ്പ്
എന്ന് പറഞ്ഞ് മുഖം ചുളിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അത്തരം വിഷയങ്ങളിലൊക്കെ ഇന്ന് പലരും കാണിക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാനിച്ചതുപോലെ സ്ത്രീകളെ മാനിച്ച ഒരു പ്രസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് ശരി. എത്രത്തോളം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആൻ അതില് സൂറത്തുൻ നിസാ എന്ന പേരിൽ ഒരു വലിയ അധ്യായമുണ്ട്. നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണ്. എന്നാൽ ഖുർആനിൽ എവിടെയും സൂറത്തുൽ റിജാൽ അല്ലെങ്കിൽ സൂറത്തുൽ ദുഖൂർ ആൺപിറന്നവന്മാരുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ പേരിൽ ഒരു അധ്യായം അങ്ങനെ കാണുകയില്ല. വലിയൊരു പരിഗണനയാണ് പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത്. സ്ത്രീകൾ അവർ പ്രശസ്തകളാകും. അമ്പിയാക്കൾ, മുർസലീങ്ങൾ, 300 ചില്ലാനം മുർസലീങ്ങൾ ഉണ്ട്. അവരുടെയൊന്നും പേരിൽ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലീങ്ങളുടെ പേരിൽ പോലും പ്രത്യേകമായി അധ്യായം കാണുകയില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരിക്കലും നബിയാകാൻ സാധ്യതയില്ലാത്ത മറിയം ബീവി റളിയല്ലാഹു അൻഹ, ആ മഹദിയുടെ പേരിൽ സൂറത്തു മറിയം എന്ന അധ്യായം നാം കാണുന്നു. ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞാൽ അതിലേക്ക് കടക്കുന്നില്ല. സ്ത്രീയും പുരുഷനും ഒരുപോലെ അല്ല എന്നത് ലോകത്തെ എല്ലാവർക്കും അറിയാം. അതറിയാത്ത ഒരു മനുഷ്യനും ഇല്ല. നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടൊന്നും അറിയില്ല. ഭൗതിക തലത്തിൽ തന്നെ ഭൗതികന്മാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വ്യക്തമായ ഒരു തെളിവ് നമുക്ക് കാണാം. ഞാൻ അനുഭവിച്ചതും കണ്ടതുമാണ് പറഞ്ഞത്. നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ബോഡി ചെക്കപ്പ് ഉണ്ടാവുമല്ലോ. എയ്റോപ്ലെയിനിലേക്ക് കയറാൻ പോകുന്നു. പുരുഷന്മാരുടെ ചെക്കപ്പ് അത് പരസ്യമായി ലാഹിറായി നടക്കുന്നു. അതേസമയത്ത് വനിതകളുടെ ചെക്കപ്പ് നടക്കുന്നത് ഒരു മറയുടെ ഉള്ളിൽ വെച്ചാണ്. എയർപോർട്ടിൽ പോയ ആളുകൾക്കെല്ലാം അത് കാണാൻ പറ്റുന്നതാണ്. മറച്ചു വെക്കേണ്ട സംഗതിയല്ല, എല്ലാവരും കാണുന്നതല്ലേ. അതാണ് ശരി. അത് വളരെ കറക്റ്റാണ്. അങ്ങനെ അല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. പുരുഷന്മാരെ പോലെയാണോ സ്ത്രീകൾ? സ്ത്രീകൾക്ക് സാധാരണ നിലയിൽ 99 അല്ല 99.5 99.5% ആളുകൾക്കും സ്ത്രീകൾക്കും എല്ലാ മാസത്തിലും 5ഉം 6ഉം 7ഉം ദിവസം, അതിൽ കൂടുതലോ കുറവോ ആയി മെൻസസ് പീരീഡ് ഉണ്ടാകുന്നു. അവൾക്ക് സാധാരണ സമയത്തെ പോലെ ആ സമയത്ത് പുറത്ത് പോകാൻ വരെ മടിക്കുന്ന ഒരു സമയമാണത്. അത് ഇവിടെ ഈ സമത്വവാദക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്ന് വരെ ചെയ്യാൻ കഴിഞ്ഞോ? ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടല്ലോ. അത് അതിൻ്റെ മുറക്ക് നടക്കുകയാണ്. അത് നാച്ചുറലായ ഒരു സംഗതിയാണ്. അതിനോട് പുറഞ്ഞിരിഞ്ഞ് നിൽക്കാൻ ആർക്കും സാധ്യമല്ല. സ്ത്രീ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് പ്രസവിക്കുക എന്ന് പറയുന്നത്. അത് വലിയൊരു സംഗതിയാണ്. അതുകൊണ്ട് പ്രസവവേദന സംഭവിച്ച് ആ സമയത്ത് മരണം ഉണ്ടാവുകയാണെങ്കിൽ ത്വൽഖിന്റെ സമയത്ത് മരണപ്പെടുന്ന സ്ത്രീ അവൾ ഷഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് ശുഹദാഇന്റെ രക്തസാക്ഷിയുടെ ഉന്നതമായ പ്രതിഫലം നൽകുമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നോക്കണം, ദീനുൽ ഇസ്ലാം എവിടെയാണ് പരിശുദ്ധമായ ആ മതം സ്ത്രീകളെ എത്രമാത്രം
ഉന്നതമായ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ പ്രസവവേദന കിട്ടിയ സമയത്ത് മരണപ്പെട്ടു പോയാൽ രക്തസാക്ഷിയുടെ പ്രതിഫലമാണ്. പുരുഷന്മാരെ പോലെ കൃത്യമായി അവൾക്ക് പോകാൻ വരാനൊക്കെ കഴിയുമോ? പ്രസവം കഴിഞ്ഞ് ഏകദേശം പ്രസവ ശുശ്രൂഷക്ക് ഏകദേശം 30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം അവളിങ്ങനെ മുടങ്ങിക്കിടക്കുകയാണ്. അതൊന്നും യഥാർത്ഥത്തിൽ അവൾക്ക് അവളുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കുറയാനൊന്നും കാരണമാവുകയില്ല. ആ സമയത്ത് അവൾ നിസ്കാരം നിർവഹിക്കുന്നില്ല. പക്ഷേ അതേ മെൻസസ് പീരീഡിൽ നിസ്കരിക്കാൻ പാടില്ല. അതിൻ്റെ എല്ലാം മറുവശമുണ്ട്. സ്ത്രീ അവൾ ഗർഭം ചുമക്കുന്ന ഹമലത്ത് ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ഖുർആൻ പറയാണ്, നമ്മളതിങ്ങനെ പാരായണം ചെയ്യാണ്. ലോകാവസാനം വരെ വരുന്ന സത്യവിശ്വാസികളെല്ലാം പാരായണം ചെയ്യാണ്. എന്ത്? ഈ പെണ്ണിന്റെ മഹത്വം. വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിസ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു ജല്ല ജലാലുഹു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ റഅദിലെ സൂറത്തുൽ ലുഖ്മാനിലെ ഒരായത്താണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. മനുഷ്യനോട് അവന്റെ പേരൻസിന് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് നമ്മൾ പ്രത്യേകം വസിയ്യത്ത് ചെയ്തു. വസ്വൈന എന്നാണ്. വസ്വൈന എന്ന് പറയുന്ന അത് ആ മാറ്റർ, അതിൽ പറയുന്ന വിഷയം വളരെയധികം ശ്രദ്ധിക്കുകയും കീപ്പ് ചെയ്യുകയും അത് ഏത് സമയത്തും ഏത് സങ്കീർണ ഘട്ടത്തിലും അത് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. മാതാവിനും പിതാവിനും ഗുണം ചെയ്യണം. അതിന്റെ ശേഷം അള്ളാഹു പറയുന്നത് ഹമലത്ഹു ഉമ്മുഹു. ഹമലത്ഹു ഉമ്മുഹു എന്നല്ലട്ടോ, ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അവന്റെ മാതാവ് പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് അവനെ ഗർഭം ധരിച്ചു. സാധാരണ നിലയിൽ 9 മാസവും 9 ദിവസവും വയറ്റിൽ പേറി നടക്കുകയല്ലേ. ചെറിയ സംഗതിയാ. ഗർഭപാത്രം വാടക കൊടുക്കാത്ത സംഗതികൾ വേണ്ടിപ്പോ ഒരു ചെറിയ സംഗതി അല്ലല്ലോ. ഒരു പെണ്ണ് അവളുടെ സ്വന്തം വയറ് എന്ത് ചെയ്യാണ് ഈ കുട്ടിക്ക് വേണ്ടി 9 മാസം 9 ദിവസവും സൗകര്യം ചെയ്തു കൊടുക്കല്ലേ. അതിൽ ആ കുട്ടി ഇങ്ങനെ താമസിക്കല്ലേ ഏകദേശം 10 മാസക്കാലത്തോളം. ചെറിയ സംഗതിയാണോ അത്? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്ക് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്. ഒരു കാരണവശാലും എത്ര വലിയ ഖോജയായാലും ഒരു പുരുഷനും അത് സാധ്യമല്ലല്ലോ. ഒരു കാലത്തും സാധിക്കുന്ന സംഗതിയല്ലല്ലോ പ്രസവിക്കാൻ, ഗർഭം ധരിക്കാൻ. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. എന്നാ അതോടുകൂടെ കഴിയോ? വഫിസാലുഹു ഫീ ആമൈൻ. ആ കുട്ടിയുടെ മുലകുടി മാറൽ 2 വർഷത്തിലാണ്. 2 വർഷം. വൽവാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. മാതാക്കൾ അവരുടെ മക്കൾക്ക്, കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് മുലയൂട്ടട്ടെ. ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ 2 വർഷം. ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. ആ മുലകുടി അങ്ങനെ തന്നെ അവർ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് ആ പറഞ്ഞത്. 2 വർഷത്തിന്റെ ഇടയിൽ മുലകുടി മാറ്റണമെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് കൂടണം. അവർ തമ്മിൽ തശാവുർ. വഇൻ അറാദാ ഫിസാലൻ അൻ തആലിം മിൻഹുമാ വതശാവുരിൻ ഫലാ ജുനാഹ അലൈഹിമാ.
കുട്ടിയുടെ ആരോഗ്യനിലയും മറ്റൊക്കെ കണക്കിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഈ കുട്ടിയുടെ മുലകുടി ഇവിടെ വെച്ച് നിർത്താം അല്ലേ, 1.5 വയസ്സ് ആയ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കൂടിയാലോചിച്ച് അത് മസ്ലഹത്താണെന്ന് ബോധ്യപ്പെടുമ്പോൾ തീരുമാനിക്കാനേ പറ്റുള്ളൂ. ഒരു മാതാവ് കുട്ടിക്ക് ജനനം നൽകി എന്നതിൻ്റെ പേരിൽ 2 വർഷം അവൾ തന്നെ മുല കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നില്ല. അഭിപ്രായമുണ്ടെങ്കിൽ, 2 കൂട്ടർക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിനെ കൊണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേറെ ഒരു സ്ത്രീയെ കൊണ്ട് മുലയൂട്ടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ആ സ്ത്രീക്ക് നിശ്ചയിക്കപ്പെട്ട തുക എത്രയാണോ അത് കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുക്കണം. കാരണം കുട്ടിയുടെ വയറ്റിലേക്ക് എന്താണ് ആ ഉമ്മയുടെ ആ പെണ്ണിന്റെ മുലപ്പാൽ കൊടുക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായതായിരിക്കണം ആ കുട്ടിയുടെ വയറ്റിലേക്ക് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി കൊടുത്തേക്കണം. അതാണെക്കട്ടെ എനിക്കത്തെ തിരക്ക്, പിന്നെ അങ്ങ് തരാ ഞാനുണ്ട് എവിടെയോ പോന്ന് അതൊന്നും പറ്റൂല. അത് കൃത്യമായിട്ട് സംതൃപ്തമായി 5 പൈസയും ബാക്കി വെക്കാതെ മുഴുവനും കിട്ടി അൽഹംദുലില്ലാ എന്ന നിലക്ക് ആ പെണ്ണിന് നല്ല സംതൃപ്തി ഉണ്ടാകുന്ന വിധത്തിൽ എന്ത് ചെയ്യാൻ കൊടുക്കണമെന്നാണ്. സന്ദർഭം ഇതായിട്ട് ഈ വിഷയത്തിലേക്ക് കടന്നു പോയതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഹിയ മറന്നുകൊണ്ടല്ല. എത്രയാണ് പരിശുദ്ധ ദീൻ ഈ സ്ത്രീകൾക്ക് കൊടുത്ത ആദരവ്. നമ്മുടെ നാട്ടിലൊക്കെ അവരവരെ കുട്ടിയൊക്കെ അവരവരെ ഉമ്മ തന്നെ മുലകൂട്ടനാണല്ലോ, അതിനൊക്കൂല വേറൊന്നും. പിന്നെ ചില നാടുകളിലൊക്കെ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാകും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് ആ കാലത്ത് മറ്റുള്ളവരെ കൊണ്ട് മുലയൂട്ടിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു പതിവും ശൈലിയും അത് മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞു. നിയമം അത്രത്തോളം ഉണ്ട്. ഇനി അല്ല, ഞാൻ പ്രസവിച്ചൊക്കെ തന്നില്ലേ, എത്രയാ വേദന സഹിച്ച്. പിന്നെ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എനിക്കല്ലട്ടോ, പെണ്ണിന്, ഈ പ്രസവിച്ച ഉമ്മാക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ട്. എന്താ ഉത്തരവാദിത്തം? ലബ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മാന്റെ ആ സ്തനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു വെച്ചിട്ടുള്ള ആദ്യം ഒഴുകുന്ന ഒരു പാലുണ്ട്. അതിന് സാധാരണ പാലിന്റെ നിറവും കളറും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ലബ് എന്നാണ് അത് പറയാ. അത് കൊടുക്കലോക്ക് നിർബന്ധമാണത് കൊടുക്കൽ. ഇപ്പോൾ നമുക്ക് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ, ആശുപത്രികളൊക്കെ പോയാൽ ഈ കുഞ്ഞിന് ഈ പറഞ്ഞ ലബ് 1/2 മണിക്കൂർ കൊണ്ട് കൊടുത്തോളണം അല്ലേ, 1/2 മണിക്കൂർ കൊണ്ട് കൊടുത്തോളണം. ഏത് സങ്കീർണ ഘട്ടത്തിലും സ്ത്രീ ഏത് കോലത്തിലായും തിരക്കില്ല. അത് ഞാൻ ആലോചിച്ച് നോക്കുക. ശറഇന്റെ ആ ഒരു കാഴ്ചപ്പാടും ശറഇന്റെ ആ ഒരു ഔന്നിത്യങ്ങൾ നോക്ക്. ഇപ്പോഴെഴുതി വെച്ചിരിക്കുകയാണ് 1/2 മണിക്കൂർ കൊണ്ട് എന്താണ് കൊടുത്തോളണം. അതല്ലേ ലബ് എന്ന് പറഞ്ഞത്. ആ ലബ് കൊടുക്കൽ ഈ ഉമ്മാക്ക്, പ്രസവിച്ച ഉമ്മാക്ക് നിർബന്ധമാണ്. അത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ മുല കൊടുക്കണമെങ്കിൽ എനിക്ക് ഇത്ര കിട്ടണമെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാ, ഒരു പെണ്ണിന് പറയാം. പക്ഷെ നമ്മള് ആരെങ്കിലും ഒരു പെണ്ണ് പറയോ അങ്ങനെ? പരസ്പരം സ്നേഹിക്കുന്ന, ഒത്തൊരുമിച്ച് ജീവിക്കുന്ന, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കുന്ന, സന്തോഷത്തിലും സന്താപത്തിലും എല്ലാത്തിലും പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു മാന്യത ഉള്ളൊരു പെണ്ണ് പറയോ എൻ്റെ കുട്ടിക്ക് മുല കൊടുത്താൽ എന്തൊക്കെ തരണമെന്ന്? പക്ഷെ എന്ത് ചെയ്യണോ, ആ ഒരു കാഴ്ചപ്പാടൊക്കെ നമുക്ക് വേണം. അവൾക്ക് പിന്നെ ശരിക്കു പറഞ്ഞാൽ കാര്യം പറയുകയാണെങ്കിൽ അവൾക്ക് നിർബന്ധമില്ലാത്ത ഒരു കാര്യം ഔദാര്യമായി ചെയ്തു തരികയാണ് എന്ന ബോധം വേണോ. എപ്പോഴും ഇങ്ങോട്ട് കടപ്പാട് അല്ലേ, നമ്മളെ തേച്ചിട്ട് മുണ്ടുകുമ്പ എടുത്തിട്ട് കയ്യിൽ പിടിപ്പിച്ചു തരണം. സുബ്ഹാനല്ലാഹ്. അത് എവിടെയെങ്കിലും ഒന്ന് ചുളിഞ്ഞു പോയാലോ എന്താണ്? ഇതൊന്നും ദീനല്ലോ, നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ദീനെന്നാ പറയുന്നത് ഓക്ക് വേണമെങ്കിൽ തേച്ചിട്ട് അങ്ങോട്ട് കൊടുക്കണമെന്നാണ്. അങ്ങനെ ആരും സമരം ചെയ്യാൻ നിൽക്കണ്ട. സ്ത്രീകളോട് പരസ്പരം സഹകരിച്ച് ജീവിക്കാണല്ലോ വേണ്ടത്. നിയമം പറയുകയാണെങ്കിൽ അല്ലാഹു തആല അവന്റെ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള സ്ഥാനം എത്രയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ആരും അങ്ങനെ സമരം ചെയ്യാൻ വരൂല.
ഒരു ഗ്ലാസ് ചായ പോലും നമുക്ക് ഉണ്ടാക്കി തരുന്നവർക്ക് നിർബന്ധമൊന്നുമില്ല. അതേസമയത്ത് ഓളെ ചായ രാവിലെ എണീറ്റ് വന്നിട്ട് കട്ടൻ ചായ എടുത്തു. നമ്മൾ കട്ടൻ ചായ കിട്ടിയില്ലെങ്കിൽ എന്താ രാവിലെ പോയിട്ട് എന്ത് ചെയ്യാ? ഇതല്ലേ ഗ്യാസിന്മേലാണല്ലോ, ഊതി കത്തിക്കൊന്നും വേണ്ടാലോ. ഗ്യാസിന് ഇപ്പോൾ എന്തായി, ഗ്യാസിന് ക്ഷാമം തുടങ്ങി. ഗ്യാസ് സ്റ്റബിളിനൊരു മുടക്കമില്ല, ഗ്യാസിന് ക്ഷാമം തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാ ക്ഷാമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീക്കി തെരുമാറാവട്ടെ. അള്ളാഹു സമാധാനം നൽകട്ടെ. അപ്പോൾ ഒന്ന് പോയിട്ട് 2 ഗ്ലാസ് ചായ ഉണ്ടാക്കുക. എന്നിട്ട് രാവിലെ തന്നെ ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ടുകൊടുത്ത എന്ത് റാഹത്തുണ്ടാവും. അതോ അത് സബുൽ മുബിക്കാത്ത തെറ്റാരം പോലെ ഓക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക. ഓക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ അത് നമുക്ക് പിന്നെ വലിയ ഒരു കൂലി കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ ശീലം പടക്കാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, അങ്ങോട്ടാണ് കടപ്പാട് കൂടുതലുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങോട്ട് ഇത് ചെയ്ത് തന്നില്ല, ഇത് ചെയ്ത് തന്നില്ല, ഞാൻ വരുമ്പോഴത്തേക്ക് തേച്ച് റെഡിയാക്കി വെച്ചില്ല, ഞാൻ പറയുമ്പോഴത്തേക്ക് ചൂടുവെള്ളം കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റുകളാണ് നമ്മളെ മനസ്സിൽ പലപ്പോഴും വരിക. അങ്ങനെ ആകാൻ പാടില്ല. ദീൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു. അപ്പൊ സ്ത്രീകളെ ഒരു നിലക്കും അവഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാം കണക്കിലെടുത്തതുപോലെ സ്ത്രീ സമൂഹത്തെ കണക്കിലെടുത്ത, സ്ത്രീ സമൂഹത്തിന് മാന്യത കൊടുത്ത, സ്ത്രീ സമൂഹത്തിന് ആദരവ് കൊടുത്ത ഒരു പ്രസ്ഥാനം ലോകത്ത് എവിടെയാണുള്ളത്? എന്നിട്ട് ഓരോരുത്തരും പറയുന്നത് കേട്ടാൽ അങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ്, പിന്നെ ഇതൊരു വിൽപ്പന ചരക്കാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു പരസ്യ പലകയിലുള്ള ഒരു പിന്നെ ആസ്വാദന വസ്തുവാക്കുന്നത് പരിശുദ്ധ ദീൻ സമ്മതിക്കുന്നില്ല. അവൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബോഡി ഗാർഡ് വേണം എന്നതാണ് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്. അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രമേ അവൾ വീട് വിട്ട് ഇറങ്ങി പോകാൻ പാടുള്ളൂ. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം നീ വീട്ടിൽ എത്തിച്ചു കൊടുത്തോളണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് പല്ല് കുത്തി പോലും നീ അവൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇതാണ് പരിശുദ്ധ ദീൻ പറയുന്നത്. പിന്നെ ആർക്കും, ഏത് പെണ്ണിനെയും ആർക്കും എങ്ങനെയും കാണുകയും തൊടുകയും യോഗ്യം പറയുകയും കെട്ടിപ്പിടിക്കുകയും അത് ഒരു കാലത്തും ഒരു സമയത്തും പാടില്ല. അള്ളാഹുവിന്റെ ദീൻ, ആ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കണം എല്ലാ കാലത്തും. അള്ളാഹുവിന്റെ ഹുക്കുമുകൾ അത് ഏറ്റെടുത്തവരല്ലേ അള്ളാഹുവിന്റെ ദീൻ വിശ്വസിക്കുന്ന. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നതിന്റെ ആ പ്രഖ്യാപനത്തിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവനല്ലാതെ ഒരാളും ആരാധനക്ക് അർഹനായ ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് അത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞയച്ച മെസഞ്ചറാണ്, അല്ലാഹു തആല പറഞ്ഞയച്ച റസൂലാണ്, നബിയാണ്, ദൂതരാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അത് പ്രഖ്യാപിക്കുന്നു. ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത്തഹിയ്യാത്തില് നമ്മൾ ചെല്ലുന്നില്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാനത് തയ്യാറാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കാണിച്ച, അവിടുന്ന് നമുക്ക് നിശ്ചയിച്ചു തന്ന ജീവിത രീതി അത് അവലംബിക്കാനും അത് ഫോളോ ചെയ്യാനും ഞാൻ 100% തയ്യാറാണ്. അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അത് പിന്നെ തെരഞ്ഞെടുപ്പ് വന്നാലില്ല, കല്യാണം വന്നാലില്ല, ജാഥ പോകുമ്പോ ഇല്ല, പിന്നെപ്പാ ഇവിടെ നല്ല സുഖം വേണം ദുനിയാവില്, പരലോകത്തെ എന്ത് ചെയ്യണം? സ്വർഗവും കിട്ടണോ? അള്ളാന്റെ അഹ്കാമുകളൊന്നും ഉണ്ടാവില്ല, പാലിക്കൂല. അതിന് കുറച്ച് പണിയുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗം അത് കൊടുക്കേണ്ട ആയിരിക്കാണ് അവനെ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നു, തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ്. ഞാൻ ഈ വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ ഉടനെ മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സമ്മതിദാ അവകാശം, അവനവന്റെ വോട്ട് എല്ലാവരും രേഖപ്പെടുത്തണം. ഒരു വോട്ട് പോലും അസാധുവാക്കാൻ പാടില്ല. ചിലർക്കുണ്ടാകും ഇങ്ങനെ ആരോടൊക്കെയോ ഉള്ള അമർഷവും വിമർശവും, അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പലരും പോയിട്ട് കുത്തുക, എൻ്റെ വോട്ട് അസാധുവാക്കുക. പാടില്ല.
ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ വോട്ട് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളും വോട്ട് രേഖപ്പെടുത്തണം. അതൊരിക്കലും അസാധുവാക്കാൻ പാടില്ല. അതൊക്കെ ചിന്തിച്ചുകൊണ്ടും ബുദ്ധിപരമായും വിവേകപൂർണം എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തുകൂടാ, ഏതായിരുന്നാലും പോകണോ വോട്ട് രേഖപ്പെടുത്തണോ, അതുപോരാ. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ട സംഗതിയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ എല്ലാവരും എന്ത് ചെയ്യണം? സമാധാനപരമായി പോയിട്ട് അവനവൻ്റെ വോട്ട് എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. ഒരു കള്ള വോട്ടും ഇവിടെ നടക്കാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ ഇതിനെന്താ അർത്ഥമുള്ളത്? ഓരോരുത്തർക്ക് തീരുമാനിച്ചാൽ പോരെ. പിന്നെ വേറൊരു കാര്യം, തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴേക്ക് ഏത് വ്യക്തിയെയും വ്യക്തിഹത്യ ചെയ്യാമെന്നുള്ള ചിന്ത പാടില്ല. അത് മുസ്ലിം ആയാലും ശരി, അമുസ്ലിം ആയാലും ശരി, മന്ത്രിയായാലും ശരി, MLA ആയാലും ശരി, നേതാക്കന്മാര്, വലിയ നേതാക്കന്മാരായാലും ശരി, പ്രാദേശിക നേതാക്കന്മാരായാലും ശരി, സാധാരണക്കാരനായാലും ശരി, ഒരു മനുഷ്യനെയും വ്യക്തിഹത്യ ചെയ്യാൻ ഒരിക്കലും പരിശുദ്ധ ദീൻ അനുവദിക്കുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്ക് ആരെയും എന്തും പറയാം, ഓരോരുത്തരുടെയും കുറ്റം ഉള്ളതും ഇല്ലാത്തതൊക്കെ പറയാം എന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ചിന്തിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് മുസ്ലിം സമൂഹത്തോടാണ്. നമുക്ക് ഒരു നിയമവ്യവസ്ഥതയുണ്ട്. നമ്മളൊരു ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മളൊരു ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവിടെ എല്ലാ സമയത്തും ആ നിയമം പാലിക്കേണ്ടവരാണ്. ഒരാളെയും അവമതിക്കാൻ പാടില്ല. പിന്നെ ആവശ്യമില്ലാത്ത ചർച്ചകൾ, ഇപ്പൊ എത്രയാ എക്സിറ്റ് എന്നാ പറയാ, സർവേകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഇത് തോന്നുന്ന എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇതൊക്കെ അങ്ങ് നിർത്തിക്കളാം. അതെന്ത് ചെയ്യണം വെച്ചാൽ അതൊക്കെ വിലക്കി കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായമായിരിക്കും പറയാലോ. ഇത് എന്താവശ്യത്തിനാണ് അതിങ്ങനെ പറയാം? എൻ്റെ അവസാനം പൊട്ടിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് പ്രവചിച്ചത് തെറ്റിപ്പോയാലും പറ്റി ആരും ഫൈൻ അടക്കണമെന്നില്ലല്ലോ. അപ്പൊ അതിൻ്റെ പിന്നാലെ കുറെ ആൾ കൂടി അതിന് വാഗ്വാദങ്ങൾ ഉണ്ടായി. അള്ളാഹു ആയാലും അതൊക്കെ ഗുണമാണോ ദോഷമാണോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും നന്മക്ക് വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര നന്മക്ക് വേണ്ടിയുള്ളതാണ്. രാഷ്ട്രത്തിൽ ജീവിക്കുന്ന സർവ്വജനങ്ങൾക്കും അവിടെ യാതൊരു വിവേചനവുമില്ലാതെ സർവ്വജനങ്ങൾക്കും ഗുണമുണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് ആർക്കാണ് അത് ചെയ്യാൻ കൂടുതൽ കഴിയുക? ഒരു കൂട്ടർ ജയിക്കും, ഒരു കൂട്ടർ തോക്കും, അത് ഉറപ്പല്ലേ? രണ്ട് സ്ഥാനാർത്ഥികള് ഒരേ ഇതാണോ? അല്ലല്ലോ, രണ്ട് എതിർ സ്ഥാനാർത്ഥികളല്ലേ. ഒരാൾക്ക് കൂടുതൽ വോട്ട് കിട്ടിയാൽ ജയിക്കും. ചിലപ്പോ ഇങ്ങനെ തുള്ളുവാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, ആകെ 3 വോട്ടിലൊക്കെ ഇതൊക്കെ ജയിക്കുക. എന്നിട്ട് ചന്തി കൊണ്ട് കളിക്കുന്ന കണ്ടായി വിചാരിക്കും റോട്ടും വന്ന്. എന്ത് കുറച്ചൊക്കെ ഒന്ന് ലജ്ജൊക്കെ വേണം മനുഷ്യന്മാർക്ക്. എന്ത് ആലോചിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടെന്ന് വെക്കാം. ഉദാഹരണത്തിന് 2 ഭയങ്കര എന്താ പറയാ ചൂട് പിടിച്ച 2 മത്സരം, 2 സ്ഥാനാർത്ഥികളെ. അതിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് എന്ത് ചെയ്തു? ഒരു 5-6 വോട്ട് കൂടുതൽ കിട്ടി, ജയിച്ചു. ഭാഗ്യത്തിന് ജയിച്ചു. ഇവർക്ക് രണ്ടാക്കും പോൾ ചെയ്ത വോട്ടിന്റെ വേറൊരു അപ്പുറത്തെ ഒരു എന്താ പറയാൻ എനിക്കറിയില്ല, സ്വതന്ത്രനായിട്ട് വന്നിട്ടുണ്ട്. ഒരു കുറെ ആൾ വോട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ആ വോട്ടും ഇപ്പുറത്തുള്ള വോട്ടും കൂടി ചേർത്താൽ ആർക്കാ കൂടുതൽ തൂക്കമുള്ളത്? ഈ 5 വോട്ട് കൂടുതൽ കിട്ടിയവനായിട്ടാൽ എന്താ കോജയാറ്റ? അങ്ങനെ പാട് ലോകത്തുള്ള ആളുകൾ 100% അംഗീകരിച്ചു കൊടുത്താൽ ഇതൊക്കെ ചിന്തിക്കണം. ബുദ്ധി എന്തിനാ പഠിച്ചോ തന്നതിനാ? എന്തിനാ ബ്രെയിൻ അത് തന്നത്? അതുകൊണ്ട് അതൊക്കെ ആലോചിക്കണം. എനിക്ക് എന്ത് വിജയമാണ് കിട്ടിയത്? എനിക്ക് എന്ത് അംഗീകാരമാണുള്ളത്? കാലഘട്ടം എന്ത് ചെയ്ത് അല്ല, ഭാഗ്യത്തിന് ഒരു 5 വോട്ട് ലാസ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് റോട്ടും വന്ന് തുള്ളിയിട്ട് തീർത്തും പൊട്ടിച്ച് ആക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു, ബുദ്ധിപരമായി പ്രവർത്തിക്കണം. നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പത്ത് അത് വെറുതെ പൊട്ടിച്ച് ചാടിക്കാനുള്ളതല്ല. ഈ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാല് ജഅലല്ലാഹു ലക്കും ഖിയാമൻ, അങ്ങനെ ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറയാത്തൊരു സംഗതിയില്ല. വലാ തുഖ്തുസ്സുഫഹാ അംവാലകുമുല്ലദീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ ഫർസുഖുഹും ബിഹാ വഖ്സുഹും. എന്താണ് ഖുർആനിന്റെ ഓരോ അധ്യാപനങ്ങൾ? സൂറത്തുൻ നിസായിലാണ്. എന്താ പറഞ്ഞതെന്നറിയോ? വലാ തുഖ്തുസ്സുഫഹാ അംവാലകും, നിങ്ങൾ ഒരിക്കലും കാര്യബോധമില്ലാത്ത, വേണ്ടത്ര ചിന്തിക്കാൻ കഴിവില്ലാത്ത, ഒരു പക്ഷേ പ്രായം 10, 20, 30 ഒക്കെ ആയിട്ടുണ്ടാകും, സാധനങ്ങളുടെ ഗുണമേന്മ അറിയാത്ത, വസ്തുക്കളുടെ റേറ്റ് അറിയാത്ത, ഏത് സാധനമാണ് വാങ്ങേണ്ടതെന്നറിയാത്ത, വേണ്ടത്ര ചിന്താശക്തിയില്ലാത്ത, വിവേകം കുറഞ്ഞ ആർക്കും അവരുടെ കൈകളിൽ നിങ്ങൾ സമ്പത്ത് കൊടുക്കാൻ പാടില്ല. വലാ തുഖ്തുസ്സുഫഹാ അംവാലകും. ശ്രദ്ധിച്ചോളി.
അതുകൊണ്ട് പ്രായപൂർത്തിയായിട്ട് കാര്യബോധമുണ്ട്, റുഷ്ദ് തെളിഞ്ഞ, റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഓനൊരു 5 പൈസ വേണ്ടാണ്ട് ചെലവാക്കൂല. ഓൻ വല്ലാത്ത സാധനം, ഓരോ സാധനം വാങ്ങുമ്പോൾ നല്ലോണം പേഞ്ഞ് പിടിച്ചിട്ട് എല്ലാടെയും അന്വേഷിച്ച് അങ്ങേറ്റം കുറഞ്ഞ വിലക്ക്, അതിൽ കുറഞ്ഞ കിട്ടൂല, അങ്ങനെ വാങ്ങുള്ളൂ. നല്ല ചെറിയോനാണ്, ബഹസുള്ള ചെറിയോനാണ്. ഇതാണ് റുഷ്ദ് എന്ന് പറഞ്ഞത്. അങ്ങനെ റുഷ്ദുള്ളതല്ലാത്ത ഒരു കുട്ടിയുടെ കയ്യിലും എത്ര സമ്പത്തുള്ളവനായാലും ശരി പൈസ കൊടുക്കാൻ പാടില്ല. ഖുർആനാണ് ഈ പറയണത്. കുട്ടികളെ കയ്യിൽ ഇങ്ങനെ നീയാ യഥേഷ്ടം പൈസ കൊടുക്കാൻ പാടില്ല. വലാ തുഅ്തു സുഫഹാ അംവാലക്കും. എന്നിട്ട് പറഞ്ഞേ, ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതില്ലാണ്ടായിക്കൊണ്ട് തീരണല്ലോ. അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ. അത് നിങ്ങളുടെ നിലനിൽപ്പാണ്, നിങ്ങളുടെ നിലനിൽപ്പാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്ത് നിങ്ങൾ ഒരിക്കലും വേണ്ടത്ര ചിന്തയില്ലാത്ത ആളുകളെ കയ്യിൽ കൊടുക്കരുത്. അത്തരം ആളുകളുടെ ചെലവ് നിങ്ങളുടെ കയ്യിൽ തന്നെ ആ സമ്പത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തി കൊടുക്കണം. അവരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാൻ പാടില്ല, നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു കേട്ടല്ലോ, ഫർസുഖൂഹും ഫീഹാ. അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ആഹാരവും ഭക്ഷണവും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുക. വക്സൂഹും, അവർക്ക് ആവശ്യമായ ഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക. എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഫീഹ, മിൻഹ എന്നല്ല, ഫർസുഖൂഹും ഫീഹ. ആ സമ്പത്ത് നിങ്ങളുടെ മൈനർ സ്വത്തായിരിക്കുമല്ലോ, ആ സ്വത്ത് കുറയാത്ത നിലക്ക് അതെങ്ങനെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലൂടെ കൊടുക്കണം. അതിൽ നിന്നും എടുത്താൽ പോലെ 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഒരു എടുത്ത് 2 ദിവസത്ത് 1 മാസം 2 മാസം കഴിയുമ്പോൾ സംഗതി എടുത്താൽ തീരാത്തൊന്നുണ്ട്, അത് തീർന്നു. പിന്നെന്ത് ചെയ്യണം? ആ 1 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും പരിപോഷിപ്പിച്ച് ഇവരുടെ ചെലവ് അതിൽ നിന്ന് ആ മൂലസംഖ്യ, മൂലധനം കുറയാതെ അതിൻ്റെ ആദായത്തിലൂടെ എങ്ങനെയെങ്കിലും ഇവരുടെ ചെലവ് നിവർത്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് ഫർസുഖൂഹും ഫീഹ മിൻഹ എന്ന് പറയാതെ ഫർസുഖൂഹും ഫീഹ വക്സൂഹും. എന്നിട്ട് പറഞ്ഞു, എന്താണ് ഖുർആന്? വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. അവരോട് നിങ്ങൾ നല്ല വാക്കുകൾ പറയണം. കാരണം പ്രായപൂർത്തിയായിട്ടുണ്ട്, വയസ്സുകൊണ്ട് 10-25 വയസ്സായി. പക്ഷേ ഈ പറഞ്ഞ പോലെ സഫീഹാണ്. അങ്ങനെ ആകുമ്പോൾ അവന്റെ കയ്യിൽ ക്യാഷ് കൊടുക്കാതെ ഇതെല്ലാം രക്ഷിതാവ് കയ്യിൽ വെച്ചുകൊണ്ട് അവന് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുമ്പോ എന്താ, അപ്പുറത്തുള്ള അഷറഫ് ഓൻ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഓന്റെ കയ്യിൽ സമ്പത്തുണ്ടല്ലോ, അവനിങ്ങനെ ചെലവഴിക്കുന്നുണ്ടല്ലോ, ക്രയവിക്രയങ്ങൾ നടത്തുന്നുണ്ടല്ലോ, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചിന്തിക്കാൻ, ഒരു അപകർഷബോധം ഇല്ലാതിരിക്കാൻ അവനോട് നല്ല വാക്ക് പറയണം. മോനെ, നിനക്ക് ഇപ്പോൾ സമ്പത്ത് തന്നാൽ തകരാറാണ്, ഇൻഷാ അല്ലാഹ് നിനക്ക് അതിന്റെ പക്വത എത്തുന്ന സമയത്ത് തന്നോളും, ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്, ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നിനക്കൊരു കുറവും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല വാക്ക് അവരോട് പറയണം. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ എല്ലാ സ്ഥലത്തും പാലിക്കണം. അത് ഏതെങ്കിലും കുറച്ച് പെൺകുട്ടികൾ ഇറങ്ങിയിട്ട് കളഞ്ഞു കുളിക്കാനുള്ളതല്ല. അവർക്ക് അതിനെ സംബന്ധിച്ച് ബോധമില്ല, അറിയാത്തതുകൊണ്ടാണ്. ധിക്കാരമൊന്നും അല്ലത്, അറിയാത്തതുകൊണ്ട്. ആ അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? കാര്യബോധമുള്ള ആളുകൾ, അതിൽ മുതിർന്നവർ പറഞ്ഞു കൊടുക്കണ്ടേ? പണ്ഡിതന്മാർ അവർ പഠിച്ചു വെച്ച ഇൽമ് പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലാതെ എന്തായാലും തരക്കേടില്ല. അങ്ങനെയാകുമ്പോൾ വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിച്ചൊരു സംഗതിയാണ്. വത്തഖൂ, നിങ്ങൾ കാത്തോളണേ, സൂക്ഷിച്ചോളണേ, ഫിത്നതൻ, ഒരു നാശത്തെ, ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ആ ഫിത്ന ഒരിക്കലും നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരെ മാത്രമല്ല പിടികൂടുക. ആ നാശം വന്നാൽ എല്ലാവരെയും ഒരുപോലെ അത് പിടികൂടുമേ.
അങ്ങനെയുള്ള നാശം നിങ്ങൾ സൂക്ഷിക്കണം, പേടിക്കണം. അത് വന്നെത്തിയതിന്റെ ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. ആ നേരത്തെ തന്നെ ആലോചിക്കണം. ഉപദേശിക്കേണ്ടവർ ഉപദേശിക്കണം. സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഫൈനൊന്നും വരൂല. പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ ദുരുദ്ദേശമാകാൻ പാടില്ല. സതുദ്ദേശപരമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മതത്തിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഏത് മതക്കാരായാലും ആ മതത്തിന്റെ, നമ്മൾ ആ മതത്തെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് പറയുകയും അത് വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. വേറെ ചില ആളുകൾ അവരുടെ മതത്തിന്റെ ചില നിയമങ്ങൾ പാലിക്കുന്നുണ്ടാവും. അങ്ങനെ പാലിക്കുന്നവരുണ്ട്. നമുക്ക് ശത്രുത അല്ലേ? ഈ മാലയിട്ട സമയത്ത് ചിലപ്പോ മുസ്ലിമീങ്ങളുടെ വീട്ടിൽ നിന്ന് സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ മാല ഇട്ടിട്ട് ഈ മലക്ക് പോകുന്ന സമയത്ത് എന്താവില്ല, ഭക്ഷണം കഴിക്കില്ല. അത് അവരുടെ ഒരു മതത്തിന്റെ ആചാരത്തിന്റെ നിയമമാണെന്ന് പറയുന്നു. അതിന് നമുക്ക് വെറുപ്പില്ല. അതുപോലെ ഇസ്ലാമിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ മാത്രം ചിലപ്പോൾ ചൊറിയുണ്ടാകുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കണം, പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയാണ് വേണ്ടത്. പഠിച്ചാൽ ഇപ്പൊ ഞാനിവിടെ ഓതിയ ആയത്തുകൾ, ഖുർആനിലുള്ള ആയത്തുകൾ പറഞ്ഞു, എന്തൊക്കെ വളരെ അർത്ഥഗർഭമായ, ഈ ലോകത്ത് എല്ലാ സമൂഹത്തിനും ഗുണകരമായ എന്തൊക്കെ വിഷയങ്ങളാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ചെറിയ 1-2 ആയത്തുകൾ മാത്രമേ ഓതിയിട്ടുള്ളൂ. ഖുർആൻ ഉടനീളം അത്തരത്തിലുള്ള ഈ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഉള്ളത് എന്ന് അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കണം. അല്പജ്ഞാനം കൊണ്ട് ആരും ഒന്നും പറയാനോ എതിർക്കാനോ വരാൻ പാടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സമയമായതുകൊണ്ട് അത്തരം ചില കാര്യങ്ങളിലേക്ക് കടന്ന് സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എവിടെയും നമ്മുടെ നാവ് വല്ലാതെ സൂക്ഷിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. 1-2 വാക്കുകൾ അതുകൊണ്ട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ദുആ ചെയ്ത് നിർത്താം. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കിടെ എല്ലാവിധ ഖൈറും ചൊരിഞ്ഞു തരുമാറാവട്ടെ. സർവ്വ ശർറുകളും അല്ലാഹു തആല തടുക്കട്ടെ. വ ഇന്ന മിൻ ആഫത്തിൽ ഇൻസാനി മന്ദിഖഹു ഫളുമുൻ വലാ തഫ്തഹൻ ഫാകല്ലദീ ഖഫളാ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാഹുവിനെ തഖ്വ ചെയ്യണമെന്ന് കൽപ്പിച്ച ഉടനെ വഖൂലു ഖൗലൻ സദീദൻ. ശദീദല്ലേ, ശദീദല്ല, സീൻ പുള്ളിയില്ലാത്ത സീനാണ്. ഖൗലൻ സദീദൻ പലരും ഓതുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കാതെ പോകും. വഖൂലു ഖൗലൻ സദീദൻ, സീൻ ചൊവ്വായ നേരെ ചൊവ്വേ ഉള്ള വാക്ക് പറയണം. അങ്ങനെ പറഞ്ഞാൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ എല്ലാ അമലുകളും നന്നായി പോകുന്ന. യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ എല്ലാ അമലുകളെയും നന്നാക്കി തരും, അല്ലാഹ് നന്നാക്കി തരും. അല്ലെങ്കിൽ ആ പറയുന്ന സദീദായ വാക്ക് അത് നന്നാക്കി തരും. നാവ് നന്നായാൽ, നാവിലൂടെ വരുന്ന സംസാരം അതൊന്ന് ശ്രദ്ധിച്ച് നല്ലത് പറയാൻ തുനിഞ്ഞാൽ മറ്റ് അമലുകൾ, പ്രവർത്തനങ്ങൾ നന്നാക്കി തരുന്നതാണ്. യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അതുപോലെ മറ്റ് തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യും. ഈ നാവ് വല്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ മിറാഇനെ സംബന്ധിച്ച് തർക്കത്തെ പറ്റി പറഞ്ഞല്ലോ. അത് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഒറ്റൊരു കാര്യം മാത്രം പറയാം, ഈ പറഞ്ഞില്ല വേണ്ട. പിന്നെ എന്താണ് ഈ മിറാ? അതിന്റെ ഒരു ഹദ് പറഞ്ഞിട്ട് മഹാനർ പറയാണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ. വഹദ്ദുൽ മിറാഇ ഹുവ കുല്ലു ഇഅ്തിറാദിൻ അലാ കലാമിൽ ഗൈരി ബിഇദ്ഹാരി ഖലലിൻ ഫീഹി ഇമ്മാ ബിൽ ലഫ്ളി വ ഇമ്മാ ബിൽ മഅനാ വ ഇമ്മാ ബി ഖസ്ദിൽ മുതകല്ലിമി. കുല്ലു ഇഅ്തിറാദിൻ എല്ലാ എതിർ വാക്കുകളുമാണ്. എന്തിന്റെ മേലെ? അലാ കലാമിൽ ഗൈരി, വേറൊരുത്തൻ പറഞ്ഞ വർത്താനത്തിന്റെ മേലെ. എങ്ങനെ? ബിഇദ്ഹാരി ഖലലിൻ ഫീ, ഒന്നുകിൽ ലഫ്ളില് അവന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചുകൊണ്ട് പറയാ. ഒരാളുടെ വാക്ക് ആവശ്യമുള്ള സമയത്ത്
അങ്ങനെ ചില ആളുകൾ വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാതെ ചില വാചകങ്ങൾ എന്ത് ചെയ്യും, എപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ. എല്ലാവരും പക്കേന്ന് പറയും, ഞാൻ പക്കേ പക്ഷേ എന്ന് പറയുന്ന പോലെ ഈ പക്കേ അതുപോലെ പിന്നെ ചില ഔദ്യോഗിക രംഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അത്തരത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് സ്വകാര്യമായി നല്ല മനസ്സോടെ പറഞ്ഞു കൊടുക്കുന്നതിന് വിരോധമില്ല. അതേ സമയത്ത് എന്ത് ചെയ്യുക, തൻ്റെ കഴിവിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും മറ്റവന്റെ കുറവ് വെളിപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനിങ്ങനെ വാർത്താനം പറയാം. ഇത് തർക്കത്തിൽപ്പെട്ടതാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറ്റൊരുത്തൻ്റെ മിസ്റ്റേക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുക, എന്തെന്നാ വായിന്ന് വീഴുന്ന അതിലെന്താ തകരാറിൽ നോക്കുക, അത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ആശയത്തിൽ ഉള്ള തെറ്റ്, അതുപോലെ പിന്നെ ഉദ്ദേശം, ആ പറഞ്ഞ അയാൾ അങ്ങനെയല്ല ഇങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഒരാളൊരു വാക്ക് പറഞ്ഞാല് ആ വാക്കിന്റെ ഉദ്ദേശം കേൾക്കുന്നവനാണോ തീരുമാനിക്കേണ്ടത്? ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞ മുത്തക്കല്ലിം സംസാരിച്ച ആള് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞ വാക്കിന്റെ ഞാനൊരു വിഷയം പറഞ്ഞു, ഞാൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വേറൊരാളോടാണ് ചോദിക്കേണ്ടത്, അല്ലെ വേറെ ആളോണോ തീരുമാനം എടുത്തിട്ട് പറയേണ്ടത്? എന്നോടല്ലേ ചോദിക്കേണ്ടത്. ആരാണോ പറഞ്ഞത്, ഞാൻ നല്ലല്ല, ആരാണോ ആ വാക്ക് പറഞ്ഞത്, ആരാണോ ആ പ്രസ്താവന ഇറക്കിയത്, എന്താണ് ആ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഞാൻ ഇന്നതാ ഉദ്ദേശിച്ചത്, കഴിഞ്ഞില്ലേ, ഇന്നതല്ല ഇതാണ് ഉദ്ദേശിച്ചതെന്ന് ഓരോരുത്തരും സ്വന്തം എന്ത് ചെയ്യുക, അങ്ങ് തീരുമാനിക്കുക, അവനവനങ്ങ് പ്രഖ്യാപിക്കുക. എന്നിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ വാഗ്വാദങ്ങൾ ഉണ്ടാക്കുക. ഇതൊന്നും ഒരിക്കലും ശരിയല്ല. പറയാണ്, ഒരു മുത്തക്കല്ലിമിന്റെ സംസാരിച്ചയാളുടെ ഉദ്ദേശത്തെ കുറിച്ച് എന്ത് ചെയ്യുക, ഏതറാതെ പറയാ. അത് ആ സംസാരിച്ച ആളോട് തന്നെയാണ് ചോദിച്ചിട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന് തീരുമാനിക്കേണ്ടത്. ഇരിക്കട്ടെ. അപ്പോ ഈ സംസാരം എന്ന് പറഞ്ഞ വല്ലാത്ത വിഷയമാണ്. റസാനത്ത് പറഞ്ഞു, മനുഷ്യന്റെ അപകടത്തിൽപ്പെട്ടതാണ് അവന്റെ സംസാരം, അവന്റെ നാവ്. അതുകൊണ്ട് താഴ്ത്തിയിട്ട നിന്റെ ചുണ്ട് അത് നീ പൊന്തിക്കണ്ട. സ്വന്തത്തിനും നാട്ടിനും സമൂഹത്തിനും ഒക്കെ ഉപകാരപ്രദമായതും നല്ലതും ആണ് എന്ന് ബോധ്യപ്പെടാത്ത ഒരൊറ്റ വർത്തമാനം പറയണ്ട. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഒരു തവള ഇങ്ങനെ കുളത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, മിണ്ടാടിങ്ങനെ നിൽക്കുക, എന്നൊരു ഒരു പ്രശ്നമില്ല. അതേ സമയത്ത് ഇങ്ങനെ നിന്നോണ്ട് ഒരു ഒച്ചപ്പാടിങ്ങുണ്ടാക്കി. ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ മെല്ലെ എന്ത് ചെയ്യുന്നാല് അപ്പുറത്തുണ്ട് ഒരു പാമ്പ്, നമ്മളെ ഇരയുണ്ടാടാ ഇതിന് മെല്ലെ വന്നിട്ട് എന്ത് ചോദിച്ചാല് തവളനെ പിടിക്കും. ഉദാഹരണം നിങ്ങള് അതുവരെ എന്തായില്ല, പാമ്പ് അങ്ങോട്ട് പോയിട്ടേ ഇല്ല. മുമ്പ് ഒറ്റപ്പാട് ഉണ്ടാക്കിയാൽ മാണ്ടാണ്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, വേണ്ട പാമ്പ് വന്നിട്ട് കടിച്ചു മുറിച്ച് തന്നു പോകും. ഇതുപോലെയാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, എവിടെ വെച്ച് എങ്ങനെ സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, പ്രത്യേകിച്ച് പറയുന്നു, മനുഷ്യനാണ്, അബദ്ധപരവും സംഭവിച്ചവും നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ എവിടെ വെച്ച് ഏത് സ്ഥലത്ത് വെച്ച് സ്വകാര്യത സംസാരിച്ചാൽ പോലും ഇന്ന് പുറം ലോകത്ത് എത്താൻ സാധ്യതകൾ ഉണ്ട്, സാധ്യതകൾ ഏറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ടല്ലാതെ നമ്മൾ സംസാരിക്കരുത്. അർഹമുർ റഹീമീനായ അല്ലാഹു ജല്ല ജലാലുഹു സാധുക്കളായ നമുക്ക് കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും സംസാരിക്കാനും തൗഫീഖ് നൽകട്ടെ.